സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അസഹിഷ്ണുതയെക്കുറിച്ച് നൽകിയ നോട്ടീസിൽ സഹിഷ്ണുതയെക്കുറിച്ച് വാചാലനായ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. 2 ദിവസമായി ലോക്സഭയിൽ നടന്ന ചർച്ച ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയോടെ സമാപിച്ചു. ദലിതനെ പട്ടിയോടുപമിച്ച കേന്ദ്രമന്ത്രിയെപ്പോലും സംരക്ഷിക്കുന്ന സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധം എന്ന വാക്കിന്റെ അർത്ഥം രാജ്യദ്രോഹമെന്നായി മാറുകയാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. RSP നേതാവും ലോക്സഭാംഗവുമായ NK പ്രേമചന്ദ്രൻ, മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJP നേതാവ്, ഒപ്പം A സുരേഷ് കുമാർ മാധ്യമപ്രവർത്തകൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം NK പ്രേമചന്ദ്രനിലേക്ക്. ശ്രീ പ്രേമചന്ദ്രൻ, ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, ചർച്ചയ്ക്കുള്ള 7 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കുള്ള മറുപടി, അത് എത്രത്തോളം തൃപ്തികരമാണ്? ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ നടന്ന വിശദമായ ചർച്ചകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഞങ്ങൾക്കുള്ളത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ ഇന്ത്യയിൽ അനിയന്ത്രിതമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയെ സംബന്ധിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ആ അസഹിഷ്ണുതയ്ക്ക് ആധാരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് സഭയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് ഘർ വാപസിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടന്ന സംഭവം അടക്കം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ദാദ്രി സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അസഹിഷ്ണുതയെ സംബന്ധിച്ചല്ല, സഹിഷ്ണുതയെ സംബന്ധിച്ചാണ് ഞാൻ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് തന്റെ മറുപടി പ്രസംഗത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷം ഇത്രയും ദിവസത്തെ ചർച്ചകളിൽ നിരന്തരമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ വ്യക്തമായി മറുപടി പറയാതെ സൗദി അറേബ്യയിലും അതുപോലെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ സഹിഷ്ണുതയുടെ മഹത്വം, ഇന്ത്യയുടെ സഹിഷ്ണുതയെ സംബന്ധിച്ച് മാത്രം പരാമർശിക്കുകയും എന്നാൽ ദാദ്രി സംഭവവും അതുപോലെ VK സിംഗ് ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികളെ ചുട്ടരിച്ചു കൊന്നതടക്കമുള്ള സംഭവങ്ങളിൽ ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ മൗനത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ കാര്യങ്ങളിൽ മറുപടി പറയാതിരിക്കുകയും എന്നാൽ ടോളറൻസ് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകമാണ്, ഇതര രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക അനുഭവമാണ് ഇന്ത്യയിലുള്ളത് എന്ന നിലയിലുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ രീതി സ്വീകരിച്ചപ്പോഴാണ് അതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിലാണെങ്കിൽ പോലും ഒന്നടങ്കം എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൌട്ട് നടത്തി ഈ പ്രശ്നത്തിലുള്ള ജനാധിപത്യപരമായ പ്രതിഷേധം പ്രധാനമായും രേഖപ്പെടുത്തിയത്. ശ്രീ NK പ്രേമചന്ദ്രൻ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. A സുരേഷ് കുമാർ, താങ്കൾ ഈ ചർച്ച നിരീക്ഷിച്ചപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളോട് നേരിട്ട് മറുപടി പറയാതെ രാഷ്ട്രീയമായ മറുപടി പ്രതിപക്ഷത്തിന് നൽകുന്ന രീതിയാണോ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സഭയിൽ സ്വീകരിച്ചത്? ഈ അസഹിഷ്ണുതയുടെ ചർച്ചയാകട്ടെ, ഭരണഘടനയെക്കുറിച്ച് നടന്ന ചർച്ചയാകട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ കാതലായ പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാതെയുള്ള ജനറൽ മറുപടികൾ മാത്രമാണ്. ഇപ്പോ വെള്ളം തിളച്ചാൽ നീരാവിയാണ് ഉണ്ടാവുക, നീരാവി തണുത്താൽ വെള്ളമാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള ജനറൽ പ്രസ്താവനകളല്ലാതെ കാര്യങ്ങളിലേക്ക് ഇവർ രാജ്നാഥ് സിംഗ് ആകട്ടെ, പ്രധാനമന്ത്രി ആകട്ടെ, 2 ദിവസങ്ങളിലും രാജ്യസഭയിലാകട്ടെ ലോക്സഭയിലാകട്ടെ ഒരു വിഷയത്തിലേക്ക്, മർമ്മത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഹരിയാന മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാം നമുക്ക്. അതുപോലെ ത്രിപുര, ഇവിടെ പല ഗവർണർമാരുണ്ട്. രാജ്ഭവനുകളെ ഒരുതരം എന്താ പറയാ കാവി സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചില ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ നടത്തേണ്ട പ്രസ്താവനകൾ, അതിൽ നിന്ന് എത്രയോ മാറിയുള്ള, എത്രയോ തരംതാണ പ്രസ്താവനകളാണ് നടത്തുന്നത്. ഇത്തരം ഈ ബാക്കിയുള്ള MP-മാരുടെ പ്രസ്താവനകൾ, ഇത്തരം വിഷയങ്ങളിലൊന്നും ഭരണഘടനാ പദവിയിലുള്ളവർ നടത്തുന്ന പ്രസ്താവനകൾ പോലും അപലപിക്കാനോ അവർക്ക് നിയന്ത്രണം കൊണ്ടുവരാനോ ഒന്നും ആ വിഷയത്തിലേക്കൊന്നും സംഭാഷണങ്ങളിൽ കടന്നിട്ടില്ല, പ്രവർത്തികളിൽ കടന്നിട്ടില്ല. ബാക്കി നമുക്ക് പറയാം, ഇന്ത്യ നമ്മുടെ മതം ഇന്ത്യയാണ്, നമ്മുടെ രീതി സഹിഷ്ണുതയാണ്, ഇതൊക്കെ ജനറലായ ആളുകൾക്ക് പറയാവുന്ന ജനറൽ കാര്യങ്ങളാണ്. ഈ
അസഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് സാഹിത്യ ലോകത്താണ്. അവിടുന്നാണ് പ്രതിഷേധം തുടങ്ങുന്നത്. അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കാര്യക്ഷമമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. രാഷ്ട്രപതി പറഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി അതിനെ പുകഴ്ത്തി പറയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ പോലും ഇതിനെ തള്ളിപ്പറയുന്ന അസഹിഷ്ണുതയോ നിറഞ്ഞ ചെയ്തികളെ തള്ളിപ്പറയുന്ന ഒരു ആക്ഷനും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് അതേ നിലപാടിൽ അതേ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ബി.ജെ.പിയും കേന്ദ്ര സർക്കാരിലുള്ളവരും മുന്നോട്ട് പോകുന്നത്. അജണ്ടകളിലൊന്നും മാറ്റമില്ല. പക്ഷേ അനുനയത്തിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ പല കാരണങ്ങളാൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് അത്തരമൊരു കൗശലം പ്രയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റതോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് 18 മാസമായി ഉണ്ടായിരുന്ന ഒരു നേർക്കുനേർ പറഞ്ഞാൽ ഒരു അഹന്തയുടേതായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറി അനുനയത്തിന്റെ ഒരു കൗശലം പ്രയോഗിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അജണ്ടകളിലൊന്നും മാറ്റമുണ്ടായിട്ടില്ല, കാര്യങ്ങളിലൊന്നും തൊടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്. അഡ്വക്കേറ്റ് പി. എസ്. ശ്രീധരൻപിള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ഇന്നത്തെ മറുപടിയിൽ സഹിഷ്ണുതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അസഹിഷ്ണുതയെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അദ്ദേഹം പറയുന്നു സഹിഷ്ണുത ഈ രാജ്യത്തുണ്ടായിരുന്നു, അതിപ്പോഴുമുണ്ട്, ഭാവിയിലും അതുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിനാധാരമായി വസുധൈവ കുടുംബകം എന്ന പാരമ്പര്യം നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കാതലായ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടും അസഹിഷ്ണുതയുടേതായ പല രൂപങ്ങൾ രാജ്യത്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും അതിനൊന്നും നേരിട്ട് മറുപടി നൽകാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത്? ഈ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് അസഹിഷ്ണുതയാണെന്ന് ലോകമെമ്പാടും പ്രചരിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് തന്നെ ഹാനികരമാണ്. പാകിസ്ഥാൻ എത്രയോ കാലമായി നമുക്കെതിരെ ഉന്നയിക്കുന്ന വാദം അതാണ്, അസഹിഷ്ണുക്കളുടെ നാടാണ്. 95 അവരതിൻ്റെ ഒരു പ്രമേയം തന്നെ ജനീവയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമ്മേളനത്തിൽ ബനാസിർ ഭൂട്ടോ അന്നൊരു പ്രമേയം തന്നെ കൊണ്ടുവന്നു. അന്ന് നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. നമ്മുടെ വാജ്പേയി എന്ന പ്രതിപക്ഷ നേതാവിനെ അയച്ചിരുന്നില്ല. പക്ഷേ രണ്ടാമത് അദ്ദേഹത്തെ അയച്ചു വരുത്തേണ്ടി വന്നു. എന്നിട്ട് എല്ലാവരും ചേർന്ന് അസഹിഷ്ണുതയല്ല എന്ന് പറഞ്ഞാൽ പ്രമേയം പരാജയപ്പെട്ട 95 ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അസഹിഷ്ണുത ഉണ്ടാവില്ല. പിന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പം അതിനെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്? ഇപ്പോൾ ദാദ്രിയിലൊരു സംഭവം ഉണ്ടായി. ശരിയാണ്, ദൗർഭാഗ്യം ഏറ്റവും നമ്മുടെ നാടിൻ്റെ വാസ്തവത്തിൽ ആത്മാവിനേറ്റ ക്ഷതമാണത്. കാരണം ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ഇന്ന് സഭയെ പറഞ്ഞില്ലേ? സുരേഷ് കുമാറിന് അങ്ങനെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതികരിക്കുന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, അവിടെ ദാദ്രിയിൽ സംഭവത്തിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ അങ്ങനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് അതിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് അയച്ചിട്ടുണ്ടോ? അപ്പോൾ അതില്ല എന്ന് പറഞ്ഞതിന് ഉണ്ടെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ കുത്തിപ്പൊക്കണോ? അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിയമത്തിൻ്റെ വഴിക്കുള്ള നടപടി സ്വീകരിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞത് ഹരിയാനയിലെ കാര്യമാണ്. ഹരിയാനയിൽ FSL റിപ്പോർട്ട് വന്നപ്പോൾ അകത്തുനിന്നാണ് കൊന്നതെന്നുള്ള സംശയത്തിൻ്റെ സാഹചര്യം വന്നാലും ഇതൊന്നും കണ്ടില്ലെന്നടിക്കുന്ന വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ള നിലപാടുമായിട്ടാണ് പ്രതിപക്ഷം ഒരംഗം വെട്ടുന്നത്. ഒരു നിഴൽ യുദ്ധമാണ്. ആ നിഴൽ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവർ ചെയ്തോട്ടെ. അതിനെ മാനിക്കുന്നു. അനുനയത്തിൻ്റെ ഭാഷയിൽ ആരെയും കുറ്റപ്പെടുത്താതെ പോകുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് 127 കോടി ജനങ്ങളുണ്ട്, ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കണം. അതാണ് വേണ്ടത്. അതിന് വേണ്ട അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ വൈരുദ്ധ്യങ്ങളെല്ലാം ഉള്ളത് വൈവിധ്യങ്ങളാക്കി മാറ്റി ആ വൈവിധ്യങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിനും ചരിത്രത്തിനും അനുസരിച്ച്, അതുകൊണ്ടാണ് വസുദൈവ കുടുംബകവും ഒക്കെ ആഭ്യന്തരമന്ത്രി ലോകസഭയിൽ പറയാനിടയായത്. നമ്മുടെ ട്രഡീഷനാണ്. അതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇതെന്നും ചർച്ചയിൽ ഞങ്ങളൊക്കെ പറയാറുള്ള കാര്യമാണ്. പിന്നെ ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ പ്രതികൂട്ടിലാക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുരുദ്ദേശം എന്ന് വേണം അതിനെ പറയാം. BJP-കാരെ ഞാൻ അതിനെ ദുരുദ്ദേശം എന്ന് പറയുന്നു. ആ ദുരുദ്ദേശത്തോടുള്ള സമീപനം സ്വീകരിക്കുന്നു. ആ സമീപനം വാസ്തവത്തിൽ ദൗർഭാഗ്യകരമാണ്. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടാണ് 3 സംഭവങ്ങൾ അത് ഉയർത്തി കാണിച്ചു. വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഏതാണ്ട് എത്ര ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ട ഏറ്റവും ദാരുണമായ സംഭവമുണ്ടായി. അതന്ന് ജനസംഘം ഉള്ളത് കൊണ്ടാണ്. അന്ന് കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നതല്ലേ. അതേപോലെ 84-ലെ സംഭവം ഉയർത്തിക്കാട്ടുന്നു. അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ കാണിച്ചിട്ട് 1 കോടി ആളുകൾ, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ, നിർബന്ധമായിട്ട് അവരെ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ ഒരു നാടാണിത്.
അത് ചെയ്ത ആളുകളാണ് ഇന്ന് മതേതരത്തിൻ്റെ ആളുകളാകുന്നത്. ഒരു വലിയ കലാപത്തിൽ 3 ദിവസം തുടർച്ചയായിട്ട് ആളുകളെ വെട്ടിക്കൊന്നു മതത്തിൻ്റെ പേരിൽ. ഏകപക്ഷീയമായിരുന്നു. ഒരു നടപടി അന്നെടുത്തോ ഏതെങ്കിലും പോലീസുകാർ ഇന്ത്യയിൽ 3 ദിവസം? അത് ക്യാപിറ്റലിലാണ് നടന്നത്. ഒരു വൻ മരം വീണാൽ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ് എത്ര ലാഘവത്തോടാണ് കണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ അതിനൊക്കെ വ്യത്യസ്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ നിലപാടിൽ കർശനമായി സ്വീകരിക്കും. പക്ഷേ MPയുടെ ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രനൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വെച്ച് അവർ എതിർത്തോട്ട്. ആത്യന്തികമായി ജനങ്ങളാണ് വിധികർത്താക്കൾ. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. സഭയിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് BJD അഭിപ്രായം. ആ നിലയ്ക്ക് നല്ല നിലയ്ക്ക് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അന്നത്തേതാണ് വലിയ അസഹിഷ്ണുത എന്ന് വാദിക്കുക ഒരുപക്ഷെ എളുപ്പമായിരിക്കും. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ അത്രത്തോളം വലിയ അവസ്ഥ ഇപ്പോഴില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും സാധിക്കും. ഇതൊക്കെ ഇപ്പോൾ നടന്നതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. അതിനെ ഊതിവീർപ്പിച്ച് രാജ്യത്തിൻ്റെ പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിൽ മോശമാക്കാൻ ശ്രമം നടക്കുകയാണ് എന്ന് ഇന്ന് ആഭ്യന്തരമന്ത്രി പറയുകയുമുണ്ടായി. അന്താരാഷ്ട്ര രംഗത്ത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കാൻ പാകത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് കാരണമായ സംഗതികളെക്കുറിച്ച് സർക്കാർ മൗനം പാലിക്കുന്നില്ലേ? അല്ല, ഇവിടെ ഈ വിഷയം രാഷ്ട്രീയമായി കാണേണ്ടുന്ന ഒന്നല്ല. ഇന്ത്യയിലെ സഹിഷ്ണുതയെക്കുറിച്ച്, അസഹിഷ്ണുതയെക്കുറിച്ച്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണയെക്കുറിച്ച് ഇന്ത്യയിലെ തന്നെ മുൻകാല ഭരണകൂടങ്ങളുടെ കാലത്തെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലുമുള്ള അവസ്ഥയോ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അതൊക്കെ എങ്ങനെയായിരുന്നാലും ഇന്ന് നമ്മളിപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ഇവിടെ ജനാധിപത്യം പുലരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെതായ അന്തരീക്ഷമുണ്ടാകണം. അതിന് ചില കോട്ടങ്ങൾ കാണുന്നു, അപകടം കാണുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അസഹിഷ്ണുത എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കാലാവസ്ഥ. അത് ശരിയല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ പാർലമെൻറ്റ് സമ്മേളിച്ചു. ആദ്യത്തെ 2 ദിവസം ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തു, സെക്യുലറിസത്തെക്കുറിച്ച്. ഇപ്പോൾ 7 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയെന്ന് പറഞ്ഞു അസഹിഷ്ണുതയെക്കുറിച്ച്. പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ട ഒരു പാർലമെൻറ്റിന് ഈ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന അവസ്ഥ തന്നെ ഖേദകരമാണ്. ഇവിടെ സംഭവങ്ങളൊക്കെ ഒറ്റപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഒറ്റപ്പെട്ടതായിരിക്കാം, വ്യാപകമായി ഉള്ള ആക്രമണങ്ങളോട് ഇന്ത്യയിൽ നടക്കുന്നില്ല. പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അപലപിക്കുന്നതിന്, ഒരു അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ അപലപിക്കുന്നതിന്, ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നതിന് എന്തുകൊണ്ട് ഭരണകൂടം തയ്യാറാവുന്നില്ല? അതാണ് ചോദ്യം. പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർക്ക്. രാഷ്ട്രപതി രംഗത്ത് വരികയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഇതൊരു വലിയ വിഷയമായി മാറിയത്. എന്തുകൊണ്ട് ഇന്ത്യയിലെ കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, ബുദ്ധിജീവികൾക്ക്, ചിന്തകർക്ക്, സാധാരണ മനുഷ്യർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പരിരക്ഷ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രധാനമന്ത്രിക്ക് നൽകാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഈ ചർച്ചകളുടെ ഒടുവിൽ അവശേഷിക്കുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അത് പറയുമ്പോൾ ഇന്ന് ആഭ്യന്തരമന്ത്രി ഈ വിമർശനത്തിന്, ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിമർശനത്തിന് ആഭ്യന്തരമന്ത്രി നൽകിയ മറുപടി, ഇത്തരം എല്ലാ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി തന്നെ മറുപടി പറയുക എന്നതൊരു പതിവല്ല. മുൻകാലങ്ങളിൽ ഇങ്ങനെ പ്രധാനമന്ത്രിമാർ മറുപടി പറഞ്ഞ ചരിത്രമില്ല. മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് പ്രധാനമന്ത്രി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ ഇക്കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ തന്നെ ഇതിനൊക്കെ വിശദീകരണം നൽകേണ്ടതില്ല. സർക്കാർ കൂട്ടുത്തരവാദിത്വമുള്ളതാണ്. സർക്കാരിന് വേണ്ടി ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞാലും അത് സർക്കാരിൻ്റെ മറുപടിയായി ജനത്തിന് ബോധ്യപ്പെടേണ്ടതാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അല്ല, ആഭ്യന്തരമന്ത്രി പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ ഇതൊരു സാധാരണ അവസ്ഥയല്ല, അസാധാരണമായ അവസ്ഥയാണ്. ബാക്കിയെല്ലാം നമുക്ക് മാറ്റിവയ്ക്കാം. ഇത്രയേറെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ചേർന്ന് അവർക്ക് ലഭിച്ച വിശിഷ്ടമായ പുരസ്കാരങ്ങൾ മടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അസാധാരണമായ സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇതിനും ഉണ്ടായിട്ടില്ല. ഇവിടെ ശ്രീധരൻപിള്ള 3 സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി? എല്ലാവരും ചേർന്ന്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തനിച്ചു പറയുന്നതല്ല, എല്ലാവരും ചേർന്ന് ഇപ്രകാരം ആശങ്ക പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം, വാചാലനാകാൻ അറിയാം. അദ്ദേഹത്തിന് എന്തുകൊണ്ട് പരസ്യമായി സാങ്കേതികത്വം മാറ്റിവെച്ചുകൊണ്ട്, ആഭ്യന്തരമന്ത്രിയും മറ്റെല്ലാ മന്ത്രിമാരുമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് പറഞ്ഞുകൂടാ? ഈ ആശങ്കകൾ അസ്ഥാനത്താണ്. നിങ്ങളുടെ അവകാശങ്ങൾ ഞാൻ സംരക്ഷിക്കും
എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ കേൾക്കാനാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. റൈറ്റ്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അത് തന്നെയാണ് ഇന്ന് പാർലമെന്റിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൗനം അവലംബിക്കുന്നു? ദാദ്രി സംഭവം ഉണ്ടായപ്പോൾ മൗനം അവലംബിച്ചു. സാക്ഷി മഹാരാജ ഗോഡ്സെ ദേശീയവാദിയാണ്, രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞപ്പോൾ മൗനം അവലംബിച്ചു. ഇത്തരം നിരവധി ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരെ ഉയരുന്നു. അദ്ദേഹം ഇത്തരം സംഭവങ്ങളിലൊക്കെ മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായി തന്നെ ഉയരുന്നു. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ദാദ്രിയിലെ സംഭവം ദൗർഭാഗ്യകരമായ ഒന്നായിരുന്നു എന്ന്. അങ്ങനെ തുറന്നു പറയാൻ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഭരണത്തിന് നേതൃത്വം നൽകുന്ന ശക്തനായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാൾ അങ്ങനെ തുറന്നു പറയാതിരിക്കുമ്പോൾ ഇത്തരം സംഗതികൾക്കൊക്കെ ഭരണകേന്ദ്രത്തിൻ്റെ മൗനമായ പിന്തുണയുണ്ട് എന്ന വ്യാഖ്യാനത്തിന് ശക്തി പകരുകയല്ലേ ഉണ്ടാവുക? രാജീവ്, താങ്കൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. 9-ാം ദിവസം ദാദ്രി സംഭവത്തിൻ്റെ 9-ാം ദിവസമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആരായാലും ശരി ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം, അത് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊതുജനങ്ങളോടായിട്ട് അത് പരസ്യമായിട്ട് പറയുകയുണ്ടായി. അത് പറയുമ്പം 8 ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് കേന്ദ്രത്തിലെ ഗോവയിൽ നിന്നുള്ള മന്ത്രി, അദ്ദേഹം നമ്മുടെ ഡിഫൻസിൻ്റെ മന്ത്രി പറഞ്ഞു, ഒരുപാട് പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം പറയുമ്പം നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ കേന്ദ്രം നേരിട്ടുടൻ തന്നെ അതിൻ്റെ കുറ്റവാളികൾ ആരാണ്, എന്ത് നടപടി സ്വീകരിക്കണം, ഇങ്ങനെ പറയുന്ന ഒരു സംവിധാനം നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു ക്രൈമാണ്, ഒരു ഹീനിയസ് ക്രൈമാണ്. മാത്രമല്ല രാജ്യത്തിന് മനസാക്ഷിയെ പിടിച്ചുകൊള്ളിയ സംഭവമാണ്. പെട്ടെന്നാണ് റിപ്പോർട്ട് ചോദിച്ചു. 8-ാം ദിവസം റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ നടപടിയെടുക്കാനായിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണല്ലോ, അതിൽ നടപടി സ്വീകരിക്കാനായിട്ട് വന്നു. അതിന് ഔപചാരികമായി BJPയും കേന്ദ്ര സർക്കാരും അതിനെ അപലപിച്ചു, നടപടിയെടുക്കണം എന്നുള്ള കർശനമായ നിലക്ക് പറയുകയും ചെയ്തു. ഇതിനപ്പുറത്ത് എന്താ നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക? രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 3 സാഹിത്യകാരന്മാരുടെ കൊലയോട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അല്ല, എവിടെയാണ് BJPക്ക് പങ്ക്? ഏത് സംഭവത്തിലാണ്? മൂന്നാമത് ഗാന്ധിപഥം പറഞ്ഞു. ഗാന്ധിപഥത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി RSSകാരൻ്റെ ദൈനംദിന പ്രാതസ്മരണ എന്ന് പറഞ്ഞാൽ എണീറ്റാൽ ഉടൻ ഭൂമിയിൽ ഞങ്ങൾ കാല് വെക്കുന്നു, അമ്മയെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പ് തരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തീർന്ന പ്രാർത്ഥനയിൽ ഗാന്ധിജി ദൈവമാണ്, ആ ദൈവസങ്കല്പത്തിലുള്ളതാണ്. ആ ഗാന്ധി അതിനെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആൾക്കാർ പറയട്ടെ, ഞാനും പ്രേമേന്ദ്രനും കൂടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് വെച്ച് ഈ കാര്യം ചർച്ച ചെയ്താണ് അവരുടെ അച്ഛന്മാരും ഒക്കെ ഉള്ള വേദിയിൽ. കപൂർ കമ്മീഷൻ്റെ ശുപാർശയാണ് ഈ രാജ്യത്തുള്ളത്. ആ റിപ്പോർട്ട് തന്നെ കത്തിച്ച് കളഞ്ഞ ഒരു രാജ്യം, ഒരു കോപ്പി പോലും ലഭ്യമല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അന്നത്തെ 50കളിൽ മുതൽ RSSനെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചവർ, അതിൻ്റെ ആയിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എവിടെയും ഒരു ആക്ഷേപമില്ല RSSനെതിരായിട്ട്. രണ്ടാമത് കപൂർ കമ്മീഷൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അതിൻ്റെ റിപ്പോർട്ട് വന്നു, മൊറാർജി ദേശായിയുടെ കാലത്ത് അംഗീകരിച്ചു, പബ്ലിക് ഡോക്യുമെൻ്റാണ്, ആ മുഴുവൻ കത്തിച്ച് കളഞ്ഞ ഒരു രാജ്യം. അപ്പോൾ ഇത് ആരോപണമായിട്ട് നിങ്ങൾക്ക് ഉന്നയിക്കാം. നിങ്ങൾ എതിർക്കുന്ന RSSകാരെ, BJPക്കാരെ, ജനസംഘക്കാരെ ഇല്ലാതാക്കാൻ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതല്ലാതെ അതിനപ്പുറത്ത് എന്താ? പിന്നെ ഗോഡ്സെയെ സംബന്ധിച്ച് ഒരിക്കലും ഗോഡ്സെയെ ഒരു RSSകാരൻ പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് RSSകാരൻ ആത്മഹത്യ ചെയ്യുക. കാരണം ഗോഡ്സെ, അത് പിന്നെ ചില ആൾക്കാർ ഒറ്റപ്പെട്ട സംഭവം, അവരെന്നും അങ്ങനെ ഗോഡ്സെയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് പൂന കേന്ദ്രമായിട്ട് എല്ലാ കൊല്ലങ്ങളും ചെയ്യാറുള്ളതാണ്. അതിന് വലിയൊരു വാർത്തയാക്കി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അത് ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ നടക്കുന്നു. നമ്മുടെ മാനബിന്ദുവായ ഗാന്ധിജിയെ സംബന്ധിച്ച് അവൻ്റെ കൊലയാളിയെ ഇങ്ങനെ ആദരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് വാർത്തയാക്കണമെന്നാണോ? അപ്പോൾ ഇതെല്ലാം താക്കോൽപ്പഴുതിലൂടെ നോക്കി കണ്ടുപിടിച്ച് വലിയ ഇഷ്യൂ ആക്കി എടുത്തിട്ട് കൊണ്ടുവരുമ്പം രാജ്യ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നത്. ഞങ്ങളൊരിക്കലും ഗോഡ്സെയെ, കാരണം സാധിക്കില്ല. കേംറോയ് എഴുതിയ പുസ്തകം മലയാളത്തിലുണ്ട്, ആരും വായിക്കാറില്ല. അത് എഴുതിയിട്ടുണ്ട് ആ കാര്യം. അത് RSSനെ വിമർശിക്കുന്ന ആളാണ്. അത് വിമർശിക്കുന്ന ഒരു ചാപ്റ്റർ, 2-3 ചാപ്റ്ററുമുണ്ട്. പക്ഷെ അതിൽ ഈ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും കാണാതെ നമ്മൾ ഇത്തരത്തിൽ സാമാന്യ നീതിയുടെ നിഷേധമാണ് ഞങ്ങൾക്കെതിരായിട്ടുണ്ടാകുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് ജനങ്ങളുടെ മുമ്പാകെ മറുപടി പറയാനേ സാധിക്കൂ. 2 തവണ ഇന്ത്യയിൽ അധികാരം കിട്ടി. ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. ആസൂത്രിതമായി ഞങ്ങളെ ഇരകളാക്കുകയാണ്. പിന്നെ ഈ 3 സംഭവങ്ങൾ സാഹിത്യകാരന്മാരുടെ, ഒന്ന് 2013 സംഭവമാണ്, മറ്റൊന്നിലെ കർണാടകത്തിലാണ്. കർണാടകത്തിലെ ശ്രീരാമസേന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വന്നിടത്ത് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരണം നടത്തിയവരാ പ്രസംഗിച്ചു കഴിഞ്ഞാൽ. അത്രയും എതിർക്കുന്നവരാണ്. ഹിന്ദു മഹാസഭ എന്ന ജനസംഘത്തെ പിന്താങ്ങിയിട്ടുള്ളത്. അവരുടെ ഏറ്റവും കടുത്ത എതിരാളികളാണ് ഞങ്ങൾ.
അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഞാൻ ഏത് സമയം എടുക്കുന്നില്ല, ദൗർഭാഗ്യകരമാണ്. ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അത് പറയുമ്പോഴാണ് നേരത്തെ ചോദിച്ച ചോദ്യം കുറെ കൂടി പ്രസക്തമാകുന്നത്. ഈ സംഘടനകളുമായി RSSനോ BJPക്കോ ഭരണകൂടത്തിനോ ഒരു ബന്ധവുമില്ല എങ്കിൽ ഇവരെ തള്ളിപ്പറയുന്നതിന്, ഇവരുടെ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതിന് എന്തിനു മടി കാണിക്കണം? സാക്ഷി മഹാരാജ് പറഞ്ഞ കാര്യം പ്രധാനമന്ത്രി തള്ളിക്കളയുകയാണെങ്കിൽ അതാവില്ലേ വലിയ വാർത്ത? ഞാൻ അതുകൊണ്ടാണ് രാജീവ് പറഞ്ഞത്, പറയേണ്ടത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ജനസംഘ BJP തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തിന് RSSന്റെ നാഷണൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ തന്നെ ഈ സംഭവത്തിൽ എതിരായിട്ടുള്ള അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെ വലിയ ഇല്ലാത്ത ഏതെങ്കിലും മൂലയിൽ ഹിന്ദുമാസഭയ്ക്ക് എന്താ സ്വാധീനമുണ്ട്? അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യത്തെ അവരെ വലിയ പർവ്വതീകരിച്ചിട്ട് വലിയ ഫിഗറാക്കി മാറ്റാൻ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് അത് ആവശ്യമാണ്, പ്രതിപക്ഷങ്ങൾക്ക് ശ്രീ NK പ്രേമേന്ദ്രൻ, ഈ പറയുന്ന വിധത്തിലുള്ള വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലാത്ത ചെറു ഗ്രൂപ്പുകൾ നടത്തുന്ന സംഭവങ്ങളെ വലുതാക്കി കാണിച്ചുകൊണ്ട് അതിനെ അസഹിഷ്ണുതയാക്കി പ്രചരിപ്പിച്ച് അതിൻ്റെ പുറത്തൊരു ചർച്ച നടത്തുകയാണോ പ്രതിപക്ഷം ചെയ്തത്? ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. ഒരു ബുദ്ധിപരമായ തന്ത്രമാണ്. കാരണം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ യുക്തിസഹമായി ന്യായീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചില ഉദാഹരണങ്ങൾ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ MM കൽബുർഗി, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു സെലിബ്രേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ദക്ഷിണ കന്നഡയിലെ ബജ്രംഗദളിന്റെ നേതാവ് പുറത്തിറക്കിയത്. അതിനുശേഷം ശ്രീ KS ഭഗവാൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന റാഷണലിസ്റ്റ് ചിന്തകൻ, അദ്ദേഹത്തിന് കൊടുത്ത കത്ത് ഡെത്ത് വാർണിംഗ് അല്ലെങ്കിൽ മരണ വാറണ്ടായി കൊടുത്തത് അടുത്തത് ടാർഗറ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളാണ്. ബജ്രംഗദളിന്റെ ദക്ഷിണ കന്നഡയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് രേഖാമൂലം കൊടുത്തതാണിത്. അതുപോലെ തന്നെ MM കൽബുർഗിയുടെ മരണത്തിന് മുമ്പായി തന്നെ അദ്ദേഹത്തിന് ഈ ഡെത്ത് വാറണ്ട് ബജ്രംഗദളിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് നരേന്ദ്ര ദബോൽക്കർ വധിക്കപ്പെട്ടതിന് ശേഷം, കൊല ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് നരേന്ദ്ര ദബോൽക്കറുടെ അതേ വിധി തന്നെയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് എന്ന് MM കൽബുർഗി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ബജ്രംഗദൾ സംഘ് പരിവാറുമായി ബന്ധമില്ലാത്ത ഒരു സംഘടനയാണ് എന്ന് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന BJPയെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച, സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്നാണ് ബജ്രംഗദൾ. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് പരിശോധിച്ചാൽ മതി. മനോഹർലാൽ ഖത്താർ എന്ന് പറയുന്ന ഹരിയാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി BJPയുമായി ബന്ധമില്ലാത്തയാളാണോ? ഭരണഘടനാപരമായി അധികാരത്തിലിരിക്കുന്ന ചുമതലയേറ്റ ഹരിയാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ദാദ്രി സംഭവത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചത് മുസ്ലിങ്ങൾ ബീഫ് ഭക്ഷിക്കുന്നത് ഉപേക്ഷിച്ചാൽ അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാം, അല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്നാണ്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്റ് അംഗമായിട്ടുള്ള തരുൺ വിജയ് എന്ന് പറയുന്ന പാർലമെന്റ് അംഗം, അദ്ദേഹം പറഞ്ഞത് ഈ പശുമാംസം അല്ലെങ്കിൽ ഗോമാംസം ഭക്ഷിക്കുന്നു എന്ന സംശയത്തിന്റെ പേരിൽ ഒരാളെ തല്ലിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗോമാംസം ഭക്ഷിക്കുന്ന ഒരാളെ തല്ലിക്കൊല്ലാൻ കഴിയും. എന്ത് സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്റ് അംഗം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത്? അതുപോലെ തന്നെ പറഞ്ഞാൽ ഏറെയുണ്ട്, മുഴുവനിലേക്കും കടന്നു പോകുന്നത് ഇത്തരം ഒരു ചർച്ചയിൽ ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അമിത്ഷാ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അമിത്ഷാ അദ്ദേഹം പറഞ്ഞത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ BJP തോറ്റാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJP എതിർക്കുന്നവർ മുഴുവൻ മുസ്ലിം സമൂഹത്തെ പിന്തുണയ്ക്കുന്നവരും മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരുമാണ് എന്ന നിലപാടല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ്, സാമൂഹ്യ സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് BJP നൽകുന്നത്? ഇതെല്ലാം ഫ്രിഞ്ച് എലമെന്റ്സ്. കഴിഞ്ഞ ദിവസവും ശ്രീ രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ സംസാരിച്ചവരൊക്കെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും ശ്രമിച്ചത് ഇതെല്ലാം അനുബന്ധമായിട്ടുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് ആയിട്ട് ഔദ്യോഗികമായി അംഗീകാരമില്ലാത്തവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും BJPയുടെ MPയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ടവരുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും നിരന്തരം ഉണ്ടാകുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയാൻ ഒന്നുകിൽ അവരെ വിളിച്ച് ശാസിക്കാൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും മതേതര വിശ്വാസികൾക്കും
അവർക്ക് അസന്നിഗ്ധമായിട്ടുള്ള ഉറപ്പ് നൽകാൻ ബാധ്യതയുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബുദ്ധിപരമായ മൗനം അവലംബിക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ആ ബുദ്ധിപരമായിട്ടുള്ള മൗനം എന്ന് പറയുന്നത് രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയോടുള്ള സമ്മതമായി മാത്രമേ പൊതുസമൂഹത്തിന് ചിത്രീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അക്കാദമി അവാർഡുകളും പത്മശ്രീ പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ച 40-ലധികം വരുന്ന എഴുത്തുകാര്, സാഹിത്യകാര്, സാമൂഹ്യ ശാസ്ത്രകാരന്മാർ. ഞാൻ ചോദിക്കട്ടെ, എന്തിനേറെ പറയുന്നു, ഇത് രാഷ്ട്രീയമായി ഞങ്ങൾ പാർലമെന്റിൽ പ്രതിപക്ഷം പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. ഇൻഫോസിസിന്റെ ശ്രീ നാരായണമൂർത്തി, അങ്ങനെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ, ഇന്നലെ വരെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാത്ത സാമ്പത്തിക വിദഗ്ധർ, സാമൂഹ്യ ശാസ്ത്രകാരന്മാർ, അതുപോലെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ പാലിക്കുന്ന മൗനമാണ് ഈ പ്രശ്നം ഇത്രയേറെ സങ്കീർണമാകാനും വളരാനും കാരണമായത്. മടങ്ങിയെത്താം അതിഥികളിലേക്ക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ എ സുരേഷ് കുമാർ, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലവും മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിലെ BJPക്ക് ഉണ്ടായ പരാജയവും സൂചിപ്പിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ഒരു അനുനയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഛായ സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലുണ്ട്. ഇന്ന് BJP നേതൃത്വം അതിൻ്റെ ജനപ്രതിനിധികളോട് പ്രകോപനപരമായ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകൾ വരികയും ചെയ്തു. ഒരു ഭാഗത്ത് ഇത്തരം നടപടികളിലൂടെ ഒരു അനുനയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക, മറുഭാഗത്ത് പ്രകോപനപരമായ നടപടികൾ എടുക്കുന്ന സംഘടനകൾ അവർ ഞങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് എന്ന് വാദിച്ച് സമർത്ഥിക്കുക. ഇതൊരു തന്ത്രമാണോ? ഈ തന്ത്രമാണോ ഇനി തുടർന്നും BJP നടപ്പാക്കാൻ, അല്ലെങ്കിൽ സംഘപരിവാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? രാജീവ്, ഇതിനകത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി, സ്വന്തം വോട്ടർമാര്, സ്വന്തം പാർട്ടിക്കാര്, ഇത് തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും പ്രധാനം. അപ്പോ ആ അജണ്ട വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ആവശ്യങ്ങളെയോ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്താവനകളെയോ തള്ളിപ്പറയാതെ BJPയും കേന്ദ്ര സർക്കാരിലുള്ളവരും മുന്നോട്ട് പോകുന്നത് ആ പശ്ചാത്തലം കൊണ്ട് മാത്രമാണ്. അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി, നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി, ഇതൊക്കെ നമ്മുടെ ഒരു സങ്കല്പമാണ് ഇപ്പോൾ. കാരണം അതല്ല എങ്കിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തില് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അണികളെ താക്കീത് ചെയ്യാനും അതിന്റെ അണികളോട് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് ഇത് മേലിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട ആ ചുമതലയാണ് നിർവഹിക്കപ്പെടുക. പക്ഷേ അതല്ല ഇവിടെ ഉണ്ടാകുന്നത്. അവരവരുടേതായ കോൺസ്റ്റിറ്റ്യുവൻസിയെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, 18 മാസമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സാമ്പത്തികമായ വലിയ മാന്ദ്യം, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു, പ്രധാനമന്ത്രി വിദേശത്ത് പോകുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ കണ്ടു, ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ 3 വട്ടം ഓർഡിനൻസ് ഇറക്കിയ ഒരു സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന്റെ കാര്യത്തിൽ 4ാമത്തെ തവണ അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. അത് രണ്ടാമത്തേത് ഇപ്പോൾ GST ആണ്. ആ GST, ചരക്ക് സേവന നികുതി ബില്ല്, എങ്ങനെയും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കി എടുക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനം, ഈ സർക്കാർ ഒരു ചലിക്കുന്ന ഒരു സർക്കാരാണ് എന്ന ഇമേജ് സമ്പാദിച്ചേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനൊരു അനുനയത്തിൻ്റെതായ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഉണ്ടായ ഒരു പരാജയം, അതിൽ നിന്ന് BJPക്ക് കിട്ടുന്ന ഒരു സംശയമുണ്ട്, ഒരു സന്ദേശമുണ്ട്. അത് എന്തു തന്നെ ആയാലും എല്ലാവരെയും കൂട്ടി, അല്ലെങ്കിൽ ആ അനുനയത്തിന്റെ, അഹങ്കാരത്തിൻ്റെതല്ലാതെ അനുനയത്തിൻ്റെതായ ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ. അത് തന്നെയാണ് ഇന്നിപ്പോ BJP MPമാരുടെ യോഗത്തിൽ നൽകിയിരിക്കുന്ന സന്ദേശം പുറത്തേക്ക് പ്രചരിപ്പിക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ കോർ ഇഷ്യൂസ്, അതിന്റെ അജണ്ട ഒരിക്കലും മാറുന്നില്ല. സന്ദേശം ഞങ്ങൾ ഇങ്ങനെയൊക്കെ BJP നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, BJP MPമാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന സന്ദേശം പുറത്തേക്ക് വരുത്തുകയും അതുവഴി ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുമാണ് ശ്രദ്ധിക്കുന്നത്. ഇന്നിപ്പോ 193 ചട്ടപ്രകാരമുള്ള ചർച്ചയാണ് പാർലമെന്റിൽ നടന്നത്. അസഹിഷ്ണുതയെക്കുറിച്ചാണ് ചർച്ച.
ആ ചർച്ചയിൽ നിന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം നടന്നത് ഭരണഘടനയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഈ ചർച്ചകളിൽ നിന്ന് സ്വാഭാവികമായി എന്താണ്, ഒരു ചർച്ചയ്ക്കൊടുവിൽ ഒരു ഔട്ട്കം ഉണ്ടാകണമല്ലോ, ഒരു ഫലപ്രാപ്തി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ചർച്ച പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്ന് എന്താണ് ഉണ്ടായത്? പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്ന, പൊതുസമൂഹത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രസ്താവന, ഒരു സന്ദേശം പോലും നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്നോ ആഭ്യന്തരമന്ത്രിയിൽ നിന്നോ കിട്ടിയില്ല. നമ്മൾ കേട്ടത് 1984 ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കൂട്ടക്കൊല, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ. ശരിയാണ്, ആ അടിയന്തരാവസ്ഥ തെറ്റാണ്, അത് ഇന്ത്യയിലെ ജനങ്ങൾ തിരസ്കരിച്ചതാണ്. സിഖ് വിരുദ്ധ കലാപം, അത് ആരാണ് അതിനെ അംഗീകരിച്ചിട്ടുള്ളത്? അത് പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്. അതിന്റെ തിക്തഫലം അന്നന്ന് അധികാരത്തിലിരുന്നവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് തിരുത്താൻ എന്തുകൊണ്ട് BJP തയ്യാറാകുന്നില്ല? കേന്ദ്രം ഭരിക്കുന്നവർ തയ്യാറാകുന്നില്ല? ഇതാണ് ഇതിന്റെ കാതലായ ചോദ്യം. അത് ചോദിക്കുമ്പോൾ ശ്രീധരൻപിള്ള പറയുന്നത് മാധ്യമപ്രവർത്തനമാണ്, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സ്ഥാപനത്തെ. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ ഐഡന്റിറ്റി കൂടിയുണ്ട്. ആ ഐഡന്റിറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നും മാത്രം നോക്കിയല്ല. ഇത് എന്താണ് ഇതിന്റെ ശരി? ഒരു പൊതുസമൂഹത്തിന് കിട്ടേണ്ടത് എന്താണ്? ഈ യുക്തിഭദ്രമായ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഈ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? മുഖ്യമന്ത്രി, ഹരിയാന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവർണർ ഇതുപോലെയുള്ളവർ നടത്തുന്ന പ്രസ്താവനകളെ എങ്ങനെയാണ് തള്ളിപ്പറയാതിരുന്ന് മുന്നോട്ട് പോകുന്നത്? സംസ്ഥാന സർക്കാരുകളുടെ കാര്യം പറയുന്നു. സംസ്ഥാന സർക്കാരുകളാണ് നടപടിയെടുക്കേണ്ടതെന്ന് അംഗീകരിച്ചാൽ പോലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കക്ഷികളാര്? അവരെ നിയന്ത്രിക്കാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? ആ സർക്കാരിനെ, ആ ശക്തികളെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവര്. അവരെ അത്തരം ശക്തികളെ നിയന്ത്രിക്കാൻ എന്ത് നടപടിയെടുത്തു? ഇതൊക്കെയാണല്ലോ ഇതിന്റെ കാതലായ ചോദ്യം. അഡ്വക്കേറ്റ് പി. ശ്രീധരൻപിള്ള, ശ്രീ A. സുരേഷ് കുമാർ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു 7 മണിക്കൂർ നീണ്ട ചർച്ച രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ് എന്നൊരു ചോദ്യം, അത് വളരെ പ്രധാനമാണ്. ഒപ്പം എന്തിനും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ആവർത്തിച്ചു പറയുന്ന നേതാക്കൾ, ഇവരെ ഞങ്ങൾ നിയന്ത്രിക്കും, അല്ലെങ്കിൽ ഇനി അത്തരം പ്രസ്താവനകൾ പാടില്ല എന്തെങ്കിലും പറയാൻ സർക്കാരിന് സാധിക്കാത്തത് ഈ ചർച്ചയുടെ ഔട്ട്കം ഒന്നുമില്ല എന്നല്ലേ ജനത്തെ ബോധ്യപ്പെടുത്തുക? ഒരിക്കലുമല്ല. കാരണം നമ്മുടെ നാടിൻ്റെ പൈതൃകം സർവധർമ്മ സമഭാവമാണ്. അറിയപ്പെട്ട 12 മതങ്ങളെയും സ്വീകരിച്ച് വളരാനും വികസിക്കാനും അതൊരു നാടിൻ്റെ സംസ്കാരമാണ്, ചരിത്രമാണ്. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. BJPക്കും സാധിക്കില്ല, ഭരണകൂടത്തിന് സാധിക്കില്ല, പ്രതിപക്ഷത്തിന് സാധിക്കില്ല. ഈ മെസ്സേജാണ്. അതുകൊണ്ടാണ് ഞാനത് വളരെ, എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ആ മെസ്സേജാണ് നൽകിയിട്ടുള്ളത്. അതിന്ന് മാറില്ല. അതുകൊണ്ടാണ് ഭരണഘടനയെ സംബന്ധിച്ചുമൊക്കെ, ഇപ്പം ഭരണഘടനയെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഉയർത്തിയ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഭരണഘടനയാണ് വിശുദ്ധ ഗ്രന്ഥമായിട്ട് തന്നെ സ്വീകരിക്കുന്നു അത്തരം കാര്യങ്ങൾ. താങ്കൾ രണ്ടാമത് ചോദിച്ച കാര്യം ഈ പാകിസ്ഥാൻ, ഞാൻ ചോദിക്കട്ടെ, എന്നും പഴയ ചരിത്രം നോക്കിക്കൂടും. ഞാനിപ്പോൾ സുരേഷ് കുമാറിനെ പറഞ്ഞാൽ, ഞാൻ സുരേഷ് കുമാറിനെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്, ഞാൻ ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ്. സുരേഷ് കുമാർ പറഞ്ഞ സുരേഷ് കുമാറൊക്കെ ഏത് കാലത്ത് ചർച്ചകൾ വരുമ്പോഴും, അപ്പം നരേന്ദ്രമോദി വരുന്നതിന് മുമ്പായാലും എന്നും അവർ BJP വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ആൾ. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഞാൻ ആ നിലയ്ക്കാണ് അത് ഉദ്ദേശിച്ചത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പത്രത്തെയോ അതിനെ മോശമാക്കാൻ വേണ്ടിയല്ല. ആ നിലയ്ക്ക് എനിക്കൊരു അഭിപ്രായമില്ല. അതിൽ വരുമ്പം ഞാനൊരു കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാനുമായിട്ട് യുദ്ധക്കൊതിയന്മാരെ, വിരുദ്ധത, അന്ധമായ പാകിസ്ഥാൻ വിരോധം, ഇതൊക്കെയാണല്ലോ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പാകിസ്ഥാനും ഇന്ത്യയും ചേർന്നുകൊണ്ട് ഒരു കോൺഫെഡറേഷൻ വരണമെന്നാവശ്യപ്പെട്ടത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായും ഡോക്ടർ രാം മനോഹർ ലോഹിയാണ്. എത്രയോ കാലം മുമ്പ് ജനസംഘ കാലഘട്ടത്തിൽ തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളവരാണ്. ഇന്നും അഖണ്ഡ ഭാരതം വന്നാൽ നല്ലതെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ വരുന്ന അവസരത്തിൽ ശിവസേനയുടെ ഒന്നും കാഴ്ചപ്പാടല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമ്പം വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ പിന്നെ രാജീവ് ഇവിടെ പറഞ്ഞതും സുരേഷ് കുമാർ പറഞ്ഞതൊന്നും ഞാനതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ശരിയാണ്, ഒരു വിശാല ജനാധിപത്യ സംസ്കാരമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട്, വൈവിധ്യത്തെ ഈ പാർട്ടിക്കുള്ള അംഗീകരിക്കുന്നത് കൊണ്ട് വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. ഈ അഭിപ്രായ പ്രകടനം BJPയുടെ മാത്രമല്ല, നെഹ്റുവിൻ്റെ കാലം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. നെഹ്റുവിൻ്റെ സണ്ണിൻലോ തന്നെയല്ലേ പഴയ ഏറ്റവും സുപ്രധാനമായ അന്നത്തെ TT കൃഷ്ണമാചാരി രാജിവെക്കേണ്ടി വന്ന നമ്മുടെ ഇൻഷുറൻസ് ഓഹരി സംബന്ധിച്ച കുംഭകോണം മുഖത്തടിച്ച മാതിരി പാർലമെൻറ്റിൽ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു.
അതൊക്കെ നമ്മുടെ ട്രഡീഷൻ്റെ ഭാഗമാണ്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അതാണ് ഒരു പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടിയുടെ അഭിപ്രായം, മന്ത്രിസഭയുടെ അഭിപ്രായം, ദയവായി അവിടെ ഒരു കാര്യം അഭിപ്രായം ആരെങ്കിലും പറയുന്നെങ്കിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ദയവായി അവിടെ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നവർ, അവരൊക്കെ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിലെ ഔചിത്യമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ഔചിത്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലാത്തൊരു പാർട്ടിയും ആ പാർട്ടി നേതൃത്വവുമാണ് വിമർശിക്കപ്പെടുന്നത്. രാജീവ് എന്തു പറഞ്ഞാലും ഈ ഗോമാംസത്തിൽ കേരളം അങ്ങ് മാറ്റി നിർത്ത്. കേരളത്തിൽ അത് നിയമപ്രകാരം നിരോധിച്ചിട്ടില്ല. ഉത്തരഖണ്ഡിലെ വൈകാരിക പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി, താങ്കൾ ഉൾപ്പെടെ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റ് ആണല്ലോ ഇപ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ ഇതേ അഭിപ്രായം പറഞ്ഞില്ലേ? ഇപ്പം ഗോമാംസത്തെ സംബന്ധിച്ച്, ഗോവധത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവരെ വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് പരസ്യമായിട്ട് പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരനല്ലേ? AICCയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളാണ് 23 സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നത്, അതിൻ്റെ അവകാശവാദം ഇവർ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഉത്തരേന്ത്യയിലും ഇവിടെ വ്യത്യസ്തമായിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ ലക്ഷദ്വീപിൽ BJPയുടെ കാര്യത്തിന് പോകും. പോകുന്ന എല്ലാ വീടുകളിലും ഇവിടെ ചെന്ന ഏത് ലക്ഷ്യ യൂണിറ്റ് ഉള്ളതും പോയി ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ബീഫ്, പശു ഇറച്ചി തന്നെ അവിടുത്തെ രീതിയാണ് ലക്ഷദ്വീപിൽ. അതുകൊണ്ട് BJPയുടെ വർക്ക് അവിടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരുമോ? ഞാൻ എല്ലാ ദ്വീപിലും BJPക്ക് 100% മുസ്ലിങ്ങളുള്ളടത്ത് ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഉൾക്കൊള്ളണം, അതിനുള്ള മനസ്ഥിതി വേണം. അത് അജണ്ടയാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കേരളത്തിൽ ബീഫായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അജണ്ട, അല്ലെന്ന് സുരേഷ് തള്ളിക്കളയോ? ഒരു ബീഫ് കൊണ്ട് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തന്നെ ഗതിവിഗതികൾ മാറി. UDF നിലംപരിശാകുകയും LDF ആ സ്ഥാനത്ത് കയറി വരികയും ചെയ്തു. ഈ നിലയ്ക്ക് ഇടതുപക്ഷക്കാർ മറ്റൊരു ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞങ്ങൾ ആരെങ്കിലും BJPക്കാരെങ്കിലും കേരളത്തിലെ ബീഫിനെ പറ്റി വല്ലതും പറഞ്ഞവരാണോ? അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യാണ്. ഈ അജണ്ട സെറ്റ് ചെയ്യുന്നത് പ്രേമേന്ദ്രൻ്റെ കക്ഷിയായാലും എല്ലാ കക്ഷികളും ആ നിലപാടാണ്. പൊളിറ്റിക്സ് ഇസ് ആർട്ട് ഓഫ് ദ പോസിബിൾ, സംഭവിത കലയാണ്. അതിൽ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ കുറേയൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ വോട്ട് ചെയ്യുന്ന ആളുകളെ മറക്കാൻ സാധിക്കില്ല. ഇതിലെല്ലാം ഒരു ബാലൻസിങ് പ്രോസസ് ഉണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കവാങ്ങൽ ഉണ്ടാകണം, വിട്ടുവീഴ്ച ഉണ്ടാവണം, ഒരു വിശാല കാഴ്ചപ്പാട് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ പറയുന്നത് പോലെ ഇതൊക്കെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ ഉയർത്തിയെടുത്തുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഇര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ്. അവാർഡുകൾ തിരിച്ചു കൊടുക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാൽ വലിയ അപകടമുണ്ടാകും എന്ന് പ്രചരിപ്പിച്ചിരുന്നവരാണ് എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞത്. അതുപോലൊരു അജണ്ട സെറ്റ് ഉണ്ടാക്കലിൻ്റെ ഭാഗമാണോ ഈ നടക്കുന്നതൊക്കെ? അതിനുമപ്പുറത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രതികൂലമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വന്തം പക്ഷത്ത് നിൽക്കുന്നവരെ മയപ്പെടുത്തി മുന്നോട്ട് പോകാൻ BJP സർക്കാരും പ്രധാനമന്ത്രിയും തയ്യാറാകുമോ? ഈ സഹിഷ്ണുത എന്നത് പാർലമെന്റ് പ്രമേയം പാസാക്കി നടപ്പാക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഹിഷ്ണുത, നമ്മൾ അവരനെ, അയൽക്കാരനെ ഒക്കെ സഹിക്കുന്നതിന്, അക്കോമഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മനസ്സ്, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായ ഒരു മെസ്സേജ് രാജ്യത്ത് പ്രചരിക്കുന്നുണ്ട്. ആ മെസ്സേജ് ഔദ്യോഗികമായി ഉന്നതങ്ങളിൽ നിന്ന് വരുന്നു. അത് തടയപ്പെടുന്നില്ല. ശരിയായ സന്ദേശം ജനങ്ങളിൽ ലഭിക്കുന്നില്ല. ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, പ്രധാനമന്ത്രിക്ക് ഇതിലെന്ത് കാര്യം എന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ അടുത്ത കാലത്താണല്ലോ ഒരു മുസ്ലിം വിദ്യാർത്ഥി ക്ലോക്ക് ഉണ്ടാക്കുന്ന പേരിൽ പീഡിപ്പിക്കപ്പെട്ടത്. പ്രസിഡന്റ് ഒബാമ വൈറ്റ് ഹൗസിലേക്ക് ആ ബാലനെ വിളിച്ചു വരുത്തുന്നു, സാന്ത്വനിപ്പിക്കുന്നു. അത് ഒരു വലിയ സന്ദേശം രാജ്യത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദേശം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ സഹിഷ്ണുത നിലനിൽക്കും, ഇവിടെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കും, ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഉറപ്പിന് വേണ്ടിയാണ് പാർലമെന്റ് 2 ദിവസം ഈ വിഷയം ചർച്ച ചെയ്തത്. പക്ഷെ അപ്പോഴും ആ ഉറപ്പ് കിട്ടാതെ സാങ്കേതികമായ കാരണങ്ങളും ന്യായീകരണങ്ങളും മാത്രം കേൾക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ നാളെ ഇല്ലാതാക്കപ്പെടുന്ന ആശങ്കയൊന്നുമല്ല. പക്ഷെ അവർക്ക് ഇവിടെ ഉത്തമ പൗരന്മാരായി സമ്പൂർണമായ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പോസിറ്റീവായ ഒരു ഉത്തരം ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു. റൈറ്റ്, വളരെയധികം നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എ സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, NK പ്രേമചന്ദ്രൻ MP ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.